വി പിക്കും അവളെ വലിയ ഇഷ്ടമായിരുന്നു. വി പിയുടെ നിർബന്ധത്തിന് വഴങ്ങിയ നന്ദൻ ആതിരയെ 1-2 ദിവസം അവിടെ താമസിപ്പിക്കാൻ തയ്യാറായതും. ഇന്ന് ഗീത ആ കാര്യം സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഒന്നും എൻ്റെ ഓർമ്മയിലില്ല. എന്നിട്ടും അങ്ങനെ ഒരു അലയൻസിനെ കുറിച്ച് ആദ്യം കേട്ടപ്പോൾ എന്തുകൊണ്ടാണ് എനിക്കതിനോട് പൊരുത്തപ്പെടാൻ പറ്റാതെ പോയതെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. ഒരു കാലത്തും നമുക്ക് പിടിതരാത്ത ഒന്നാണ് ഈ മനസ്സെന്ന് പറയുന്നത്. എല്ലാത്തിനൊരു നിയോഗം ഉണ്ടാവും വി പി. അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. ഒരിക്കൽ കണ്ടിട്ടുള്ള ആതിരയെ വി പി മറന്നു പോകാനും വീണ്ടും കാണാൻ വേണ്ടി വി പി ആയി തന്നെ അവളെയും നന്ദനെയും വീട്ടിലേക്ക് ക്ഷണിക്കാനും, ആ യാത്രയിൽ അവർക്ക് ഇങ്ങനെ ഒരു ട്രാജഡി സംഭവിക്കണമെന്നുള്ളതൊക്കെ ദൈവം നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടാവും. അപ്പൂനെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോഴൊക്കെ ഇപ്പം അങ്ങനെ ഒരു കുറ്റബോധം എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട് മുരളി. അവരുടെ ആ യാത്ര ഞാൻ കാരണമാണല്ലോ എന്ന് ഓർക്കുമ്പോൾ. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട വി പി. സംഭവിക്കാനുള്ളത് എവിടെ വെച്ചാലും ആര് കാരണമായാലും സംഭവിക്കും. അങ്ങനെ കരുതി സമാധാനിക്കുക. അപ്പൂൻ്റെ കാര്യത്തിലാണ് എനിക്ക് ടെൻഷൻ മുഴുവൻ. ഒന്ന് നോർമലാക്കി എടുക്കാൻ ഞാനും ഗീതയും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും അങ്ങോട്ട്. പി പി സമാധാനിക്ക്. നമ്മളായിട്ട് കൂടി ഈ ഷോക്കിൽ നിന്ന് പുറത്തു വരാൻ സമയമെടുത്തില്ലേ? അപ്പോൾ അപ്പൂൻ്റെ കാര്യം നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. ഒക്കെ ശരിയാവുന്നേ. ആക്ച്വലി ഞാൻ മുരളിയോടൊരു സഹായം ചോദിക്കാനാണ് വന്നത്. അപ്പൂൻ്റെ കാര്യത്തിൽ തന്നെയാണ്. എന്താ വി പി, എന്താ വേണ്ടത്? മുരളി നോ പറയില്ല എന്നുള്ള പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് നേരിട്ട് കാണാൻ വന്നത്. എന്തിനാ വി പി ഇങ്ങനൊരു മുഖവര? അപ്പൂൻ്റെ കാര്യം ഞങ്ങളുടെയും കൂടിയല്ലേ. എന്താ വേണ്ടത് ധൈര്യമായിട്ട് പറയുന്നേ. മാളിവിടെ ഉണ്ടല്ലോ അല്ലേ? അത് പറയാൻ വിട്ടുപോയി. മാളു ജോബിൻ്റെ അടുത്തേക്ക് തിരിച്ചുപോയി. അതെന്ത് പറ്റി പെട്ടെന്ന്? കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവുന്നല്ലേ പറഞ്ഞത്? ആദ്യം ഞങ്ങളോടും അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞത്. പക്ഷെ രാവിലെ ആയപ്പോൾ പ്ലാൻ മാറ്റി. അപ്പം തന്നെ ബാഗ് കൊടുത്ത് ആള് വിട്ടു. അല്ല, മാളുവിൻ്റെ കാര്യം എന്താ ചോദിച്ചേ? മാള് 2-3 ദിവസം അപ്പൂൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് അപ്പൂന് വലിയ ആശ്വാസമായിരുന്നു. എനിക്ക് ഉറപ്പാണ് മുരളി, ഇനി അപ്പൂനെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ മാളുവിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് മാളുവിനോട് കുറച്ച് ദിവസം ഞങ്ങളുടെ കൂടെ ഒന്ന് നിൽക്കാൻ മുരളി അവളോടൊന്ന് പറയണം. എന്താ മുരളി, ബുദ്ധിമുട്ടാവോ? ഡെയ്സിയും ജോബിനും സമ്മതിക്കില്ലെന്നുണ്ടോ? അവരോട് വേണമെങ്കിൽ ഞാൻ സംസാരിക്കാം. ഏയ്, അതിൻ്റെ ഒന്നും കാര്യമില്ല വി പി. അപ്പൂൻ്റെ കാര്യത്തിന് വേണ്ടിയാണെന്ന് അറിയുമ്പോൾ ഡെയ്സിയും ജോബിനും 100% സമ്മതിക്കും. അത് വി പിക്ക് അറിയില്ലേ? പിന്നെന്താ മുരളിക്കൊരു ആലോചന? ഏയ്, ഒന്നുമില്ല. ഞാൻ ഈ കാര്യം മാളുവിനോടും പിന്നെ ജോബിനോടും സംസാരിക്കട്ടെ. അവർ സമ്മതിക്കാതിരിക്കില്ല. എന്നാലും ഞാനൊറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നത് ശരിയല്ലല്ലോ. മുരളിക്ക് അശ്വതിക്ക് സമ്മതക്കുറവൊന്നുമില്ലല്ലോ? ഏയ്, എന്തിന്? അപ്പൂവിനോട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ആകെ എന്തെങ്കിലും തടസ്സം പറയുന്നത് അശ്വതിയുടെ അമ്മയായിരിക്കും. അത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. എങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് മുരളിക്കാരെ എല്ലാവരോടും ഒന്ന് ഡിസ്കസ് ചെയ്യൂ. എന്നിട്ട് എന്നെ വിളിക്കണം. പിന്നെ നമ്മൾ തമ്മിൽ ഇങ്ങനൊരു പ്ലാനിങ് നടന്നതായി അപ്പു അറിയണ്ട. മാളു അവളുടെ ഇഷ്ടത്തിന് അവിടെ വന്ന് നിൽക്കുന്നതായി അപ്പുവിന് തോന്നിയാൽ മതി. ശരി, ഞാൻ ജോബിനോട് ആലോചിച്ചിട്ട് വിളിക്കാം. താങ്ക്സ് മുരളി. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. പോട്ടെ. ഞാൻ കരുതിയത് മാളുവിൻ്റെ കാര്യത്തിൽ മുരളി എന്തെങ്കിലും തടസ്സം പറയുന്ന. പക്ഷെ കേട്ടപാടെ മുരളി അതിന് സമ്മതിക്കും കൂടി ചെയ്തപ്പോൾ മനസ്സിനൊരു ആശ്വാസം തോന്നുന്നു. മാളിവിടെ നമ്മളോടൊപ്പം കുറച്ച് ദിവസം നിന്നാൽ അത് അപ്പൂന് നല്ല ചേഞ്ച് ഉണ്ടാക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എന്താ, തനിക്കങ്ങനെ തോന്നുന്നില്ലേ? കാര്യമൊക്കെ നല്ലത് തന്നെ. പക്ഷേ എന്താ ഒരു പക്ഷേ? ഡെയ്സിയും ജോബിനും സമ്മതിക്കില്ല എന്ന് തനിക്ക് സംശയമുണ്ടോ? അതല്ല വി പി, ഈ സാഹചര്യത്തില് മാളു ഇവിടെ കുറച്ചു ദിവസം നിൽക്കാൻ കൂട്ടാക്കിയാലും അത് എത്രമാത്രം പ്രയോജനപ്പെടുമെന്ന് എനിക്ക് സംശയമുണ്ട്. സംശയോ? അതെന്താ? അപ്പുവിന്റെ മനസ്സിൽ ഇപ്പൊ മറ്റെന്തൊക്കെയോ. ഇങ്ങനെ വളഞ്ഞു ചുറ്റാതെ താൻ കാര്യം എന്താണെന്ന് വെച്ചാ പറ.
അപ്പൊ അങ്ങനെ എന്തെങ്കിലും തന്നോട് സൂചിപ്പിച്ചോ? ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ല. പിന്നെ എന്താ പ്രോബ്ലം? അപ്പു മുരളി ചെന്ന് കണ്ട കാര്യം മുരളി VP-യോട് പറഞ്ഞിരുന്നോ? അപ്പൊ ഒന്ന് കണ്ടിരുന്നു പറഞ്ഞു. അപ്പൊ മുരളിയും കുറച്ച് ആശ്വസിപ്പിച്ചാ വിട്ടതെന്ന് പറഞ്ഞു. അത് മാത്രമേ മുരളി പറഞ്ഞുള്ളോ? അല്ലാതെ ഇക്കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ മാളവിന്റെ കാര്യം പറഞ്ഞപ്പോ അത് വളരെ പോസിറ്റീവായി എടുക്കുകയും ചെയ്തു. താനെന്താ ചോദിച്ചത്? എന്നാ അപ്പു മുരളി ചെന്ന് കണ്ടത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയാ. അന്ന് ആതിരയുടെ ഫ്യൂണറൽ കഴിഞ്ഞ് അപ്പുവും മാളവും പുറത്തേക്ക് പോയപ്പോ ആ ഫിലിപ്പോസ് അവരെ വഴി വെച്ച് കണ്ടിരുന്നു. അയാൾ ആക്സിഡന്റിനെ പറ്റി എന്തൊക്കെയോ കുട്ടികളോട് സംസാരിച്ചു. അതിനുശേഷം അപ്പുവിന് അതൊരു ആക്സിഡന്റ് ആണോ പ്ലാൻ മർഡർ ആണോ എന്ന കാര്യത്തിൽ നല്ല സംശയമുണ്ട്. ഇതൊക്കെ തന്നോട് ആരാ പറഞ്ഞത്? ഫിലിപ്പോസ് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു അപകടത്തിലാണോ ആതിര കൊല്ലപ്പെട്ടതെന്ന് താൻ സംശയിക്കുന്നതായി അപ്പു മുരളിയോട് പറഞ്ഞിരുന്നു. അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കണമെന്നും. അശ്വതി ഈ കാര്യം എന്നോട് പറഞ്ഞത്. ഏയ്, അതൊക്കെ അപ്പുവിന്റെ വെറും സംശയമായിരിക്കും. ആയിരിക്കോ VP? കേട്ടപ്പോ എനിക്കും എന്തോ ഒരു സംശയം അക്കാര്യത്തിൽ തോന്നാതിരുന്നില്ല. അയാൾ അത്രയ്ക്ക് പകപൂണ്ട് നടക്കുകയായിരുന്നല്ലോ നന്ദനോട്. നന്ദനെയായിരിക്കും ചിലപ്പോ അയാൾ ലക്ഷ്യം വെച്ചത്. ഏയ്, അതൊക്കെ സാഹചര്യങ്ങളെ കൊണ്ട് നമ്മൾ സംശയിച്ചു പോകുന്നാവും ഗീത. അല്ലാതെ അയാൾ ഇങ്ങനെ ഒരു റിവഞ്ച് തന്ത്രോട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അഥവാ അതിലെന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ തന്നെ അതിനൊരു ക്ലാരിറ്റി വരുത്താതെ എടുത്തു ചാടി ഇറങ്ങി പുറപ്പെടാതിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ ഈ കാര്യം മുരളി എന്തിനാ എന്നോട് മറച്ചു വെച്ചത്? ചിലപ്പോ മറന്നുപോയതായിരിക്കും. അല്ലെങ്കിൽ VP ടെൻഷനാക്കണ്ടെന്ന് വിചാരിച്ച് മനഃപൂർവ്വം പറയാതിരുന്നതായിരിക്കും. എന്തായാലും ഈ കാര്യത്തിൽ അപ്പു ഇടപെടേണ്ടിയിരുന്നില്ല. അപ്പുവിന് അങ്ങനെ ഒരു സംശയം തോന്നിയ സ്ഥിതിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനായിരിക്കും അപ്പു തീരുമാനിച്ചിരിക്കുന്നത്. നോനോ, അതൊന്നും നമ്മളായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യരുത് ഗീത. കൂടുതൽ കുഴപ്പത്തിലേക്കായിരിക്കും പിന്നെ കാര്യങ്ങൾ നീങ്ങുന്നത്. ഏതായാലും താൻ ഇപ്പോഴെങ്കിലും ഇത് പറഞ്ഞു നന്നായി. VP കാര്യം അപ്പുനോട് ചോദിക്കുകയൊന്നും വേണ്ട. ചോദിക്കാതെ പിന്നെ ഗീത, ഇതിന് താൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗ്രാവിറ്റി ഉണ്ട്. വെറുതെ പ്രശ്നങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാനേ ഇത് ഉപകരിക്കൂ. സൂരജേട്ടാ, ഇനി എന്നാ പളനിന്ന് തിരിച്ചു വരുന്നേ? മതി മതി. തമ്മിൽ കാണേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. എനിക്ക് സൂരജേന്റെ ഒരു സഹായം വേണം. ഇല്ല, അത് നേരിട്ട് കണ്ടിട്ട് പറയാം. ശരി, വരുമ്പോ സൂരജൻ എന്നെ വിളിക്ക്, നമുക്ക് കാണാം. ശരി സൂരജേട്ടാ. ആരായിരുന്നു ഇപ്പോൾ ഫോണില്? മാളുവായിരുന്നോ? അല്ല, എൻ്റെ ഒരു ഫ്രണ്ടാ സൂരജ്. എന്തെങ്കിലും അത്യാവശ്യ കാര്യമായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്? അല്ല, സൂരജേട്ടനെ ഒന്ന് കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു എനിക്ക്. ആളിവിടെ ഇല്ല, ഔട്ട് ഓഫ് സ്റ്റേഷനാ. ഫാമിലിയായിട്ട് പളനി പോയിരിക്കാം. VP എന്താ വന്ന്? ഏയ്, ഒന്നുമില്ല, നീ ഇരിക്ക്. എന്തായപ്പോ ഡോക്ടർ അരവിന്ദനെ കാണുന്ന കാര്യം? നമുക്ക് എന്നത്തേക്ക് പോകാൻ പറ്റും? ഞാൻ ഡോക്ടർ അരവിന്ദനെ വിളിച്ചിരുന്നു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞത് ഈ ആഴ്ച എപ്പോഴെങ്കിലും ചെന്നാൽ മതി എന്നാ. നിന്റെ സൗകര്യം കൂടി നോക്കിയിട്ട് എപ്പോ ഏത് സമയത്ത് ചെല്ലാം എന്ന് പറയാൻ വേണ്ടി കൂടിയാ ചോദിച്ചത്. ഞാൻ പറയാം VP, 2 ദിവസം കഴിയട്ടെ. മതി.
അധികം ലേറ്റ് ആക്കണ്ട കേട്ടോ. തുടങ്ങിയ സ്ഥിതിക്ക് നമ്മൾ കൃത്യമായ ഇന്റർവെല്ലുകൾ ചെല്ലണം എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. അപ്പോ മുരളിയെ കണ്ടിരുന്നു അല്ലേ? കണ്ടിരുന്നു. ഞാനും കണ്ടിരുന്നു. അപ്പോ നിങ്ങൾ തമ്മിൽ കണ്ട കാര്യം പറഞ്ഞു. അന്നത്തെ ആക്സിഡന്റില് അപ്പൂന് ആരെയോ സംശയമുള്ളതായി മുരളി പറഞ്ഞു. ശരിയാണോ? ആരെയും അല്ല ബേബി, എനിക്ക് ആ ഫിലിപ്പോസിനെ തന്നെ സംശയം. അയാൾ എന്താ നിങ്ങളോട് സംസാരിച്ചത്? ഐ മീൻ, അത് അയാളുടെ പ്ലാനിങ് ആയിരുന്നു എന്നെന്തെങ്കിലും ഒരു സൂചന? അങ്ങനെ വ്യക്തമായ സൂചനയൊന്നും അയാളുടെ സംസാരത്തിൽ ഇല്ലായിരുന്നു. പക്ഷേ അയാളുടെ ബോഡി ലാംഗ്വേജിൽ ആ ആക്സിഡന്റ് അയാൾ പ്ലാൻ ചെയ്തതാണെന്ന സൂചനയുള്ളതായി എനിക്ക് സംശയം തോന്നുന്നുണ്ട്. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. അപ്പോ നമുക്കൊരു വീഴ്ചയുണ്ടായപ്പോ സ്വാഭാവികമായും അയാൾക്ക് അതിൽ സന്തോഷം തോന്നിയേക്കാം. എന്ന് വെച്ച് അത് അയാൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ആക്സിഡന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല ബേബി. കാരണം അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. അന്ന് മാളൂന്റെ വീട്ടിൽ നേരിട്ട് ചെന്ന് ഭീഷണി മുടക്കാനും പിന്നീട് എന്നെ മാളൂനെയും കണക്ട് ചെയ്ത് ബീച്ചിൽ വെച്ച് കഥയുണ്ടാക്കി പത്രത്തിൽ കൊടുക്കാനും മനസ്സ് കാണിച്ച ഒരാൾക്ക് നന്ദൻ സാറിനെ ആ കേസിൽ നിന്ന് മാറ്റി നിർത്താൻ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്തുകൂടാന്നില്ലല്ലോ. അതില്ല. എങ്കിലും ഈ ഒരു എക്സ്റ്റെന്റ് വരെ അയാൾ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയ സ്ഥിതിക്ക് അതിലെന്തെങ്കിലും ഫാക്ട് ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ലല്ലോ. അത് വേണോ അപ്പോ? ഒന്നാമത് അങ്ങനെ ബലമായി സംശയിക്കാൻ നമ്മുടെ കയ്യിൽ കൃത്യമായ എവിഡൻസ് ഒന്നുമില്ലല്ലോ. അയാൾ നിങ്ങളെ കണ്ട് പകയോടെ സംസാരിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം അതൊരു തെളിവായി സ്വീകരിക്കാനും പറ്റില്ലല്ലോ. പിന്നെ ഇനിയിപ്പോൾ അഥവാ അപ്പു സംശയിക്കുന്ന പോലെ അതിലെന്തെങ്കിലും ഫാക്ട് ഉണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കാം. അതിനു മുമ്പ് വെറും സംശയങ്ങൾ മാത്രം വെച്ച് ഇതിൻ്റെയൊക്കെ പിന്നാലെ പോകണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. നഷ്ടം എപ്പോഴായാലും നഷ്ടം തന്നെയാണ്. അതിൻ്റെ കാരണങ്ങൾ തേടി ഇറങ്ങിയ നഷ്ടപ്പെട്ടവരെ നമുക്ക് തിരിച്ചു കിട്ടില്ലല്ലോ. ബി പറഞ്ഞ ശരിയാ, നഷ്ടം എപ്പോഴും നഷ്ടം തന്നെയാ. പക്ഷേ അതിന് കാരണക്കാരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ബാധ്യത നമുക്കില്ലേ? നമുക്ക് നഷ്ടപ്പെട്ടവരോട് അത്രയെങ്കിലും കൂറ് നമ്മൾ കാണിക്കണ്ടേ ബി? അപ്പോ നിന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നാലെ പോയി പുലിവാല പിടിക്കേണ്ടെന്നാണ്. അതുകൊണ്ട് കൂടുതൽ നഷ്ടങ്ങളെ ഉണ്ടാകുമെന്നാണെങ്കിൽ അതിന് ശ്രമിക്കാതിരിക്കുന്നതല്ലേ അപ്പം നല്ലത്. നോ, ഇപ്പം നഷ്ടപ്പെട്ടതിലപ്പുറം ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല. എന്റെ സംശയങ്ങളും ഊഹങ്ങളും ശരിയാണെങ്കിൽ അതിന്റെ പിന്നാലെ പോകണം തന്നെ വീപ്പ എന്റെ നിലപാട്. നോ അപ്പോ, അത് വേണ്ട. ഇപ്പൊ നിന്റെ മുന്നിൽ അല്ലാതെ കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിനാണ് നീ പ്രോമിനൻസ് കൊടുക്കേണ്ടത്. മനസ്സിലായല്ലോ? ബി എന്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ അതിലും വലിയൊരു ഉത്തരവാദിത്വം ഇത്. മരിച്ചുപോയ ആതിരയോടും അവളെ ജീവന് തുല്യം സ്നേഹിച്ച അവളുടെ ചേട്ടനോട് നീതി പുലർത്തണമെങ്കിൽ എന്റെ ഈ ഊഹങ്ങളിലും സംശയങ്ങളിലും എന്തെങ്കിലും കഴമ്പുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അത് ഞാൻ അറിയാൻ ശ്രമിക്കും. ആരും എന്നെ തടയരുത്, പ്ലീസ്. ജോക്കുട്ട, എന്തായി? മൊഴിയെടുത്തോ? എന്നിട്ട് അവരെന്തു പറഞ്ഞു? എന്റെ അനാസ്ഥ കൊണ്ടല്ല പേഷ്യന്റ് മരിച്ചതെന്ന് കമ്മീഷന് ബോധ്യമായിട്ടുണ്ട്. കർത്താവേ, നിനക്ക് സ്തുതി.
നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടല്ലോ. നീ ഇവിടുന്ന് പോയതിന്റെ തൊട്ടു പുറകെ ഡെയ്സി പള്ളിയിലോട്ട് പോയതാ. ദേ കുറച്ചു മുമ്പ് അവൾ ഇങ്ങോട്ട് വന്നത്. ഞാനും ഇവിടെ ഇരുന്ന് ധ്യാനിക്കുകയായിരുന്നു മോനെ. എന്നതാണേലും ഇനി കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല അമ്മച്ചി, ഞാൻ ആ കേസിൽ നിരപരാധിയാണെന്ന് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. ഇനിയെങ്കിലും ഇതൊരു പാഠമായിരിക്കണം ജോബിൻ. നിന്റെ തെറ്റുകൊണ്ടല്ല സംഭവിച്ചതെങ്കിലും കൂടുതൽ കരുതലോടെ ഇരിക്കാൻ കർത്താവായിട്ട് നൽകുന്ന ഓരോ അവസരങ്ങളും പരീക്ഷണങ്ങളുമാണിതെന്ന് വിചാരിക്കണം. എന്നാലും എന്റെ ചെറുക്കനെ എല്ലാരും കൂടെ കരിവാരിച്ചേക്കാൻ നോക്കിയല്ലോ. നോക്കിക്കോ, അതിന് ശ്രമിച്ചവന്മാരോടെല്ലാം ഒടേ തമ്പുരാൻ ചോദിച്ചോളും. എനിക്കതിലൊന്നും ഒരു പരാതിയില്ല അമ്മച്ചി. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന എൻ്റെ ചീഫ് തന്നെ എന്നെ പ്രതിയാക്കാൻ ശ്രമിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എൻ്റെ സഹപ്രവർത്തകരിൽ ചിലരെങ്കിലും അതിനെ കൂട്ടുനിൽക്കുകയും ചെയ്തു. പക്ഷേ സത്യം എൻ്റെ ഭാഗത്തായതുകൊണ്ട് എൻ്റെ നിരപരാധിത്വം എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ ജോബിൻ, സത്യം നിന്റെ കൂടെയാണെങ്കിൽ നീ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ടെന്ന്. ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നു എനിക്കും. കൂടെയുള്ളവർ എന്നെ കുറ്റപ്പെടുത്തിയപ്പോഴും ഒറ്റപ്പെടുത്തിയപ്പോഴും എനിക്കധികം വേദനിച്ചില്ല മമ്മി. ഇതൊക്കെ പ്രൊഫഷന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ എൻ്റെ മനസ്സ് പാകപ്പെട്ടിരുന്നു. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ തളർന്നു പോയത് എന്തിനും ഏതിനും എൻ്റെ ഒപ്പം ഉണ്ടാവുമെന്ന് കരുതിയ എൻ്റെ ഭാര്യ എന്നെ കുറ്റപ്പെടുത്തുകയും സംശയിക്കുകയും ചെയ്തപ്പോഴാ. കണ്ടോ ഡേസമ്മേ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ആ പെണ്ണ് അങ്ങനെ പറഞ്ഞത് നിന്റെ മോനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞത്? അവര് തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നമില്ലാന്ന്. ഇവന്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അവൾ ഈ കാര്യത്തില് ഇവനെ വല്ലാതെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെന്ന്. മാളു അങ്ങനെ നേരിട്ട് പറഞ്ഞോ നിന്നോട്? മനസ്സിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ നേരിട്ട് പറയണമെന്നില്ലല്ലോ മമ്മി. ആ അതെ അതെ അതേടാ മോനെ, നീ കുറ്റക്കാരനാണെന്നാ അവള് വളച്ചുകയറ്റി പറഞ്ഞതിന്റെ അർത്ഥം. അതൊക്കെ എനിക്ക് അപ്പോഴേ മനസ്സിലായി. എന്നിട്ടും നിന്റെ മമ്മി അവളുടെ പക്ഷമാ. അമ്മച്ചി ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? ഇനി മുറിവെ കുത്തി വ്രണമാക്കാൻ നിൽക്കണ്ട. അവളൊന്നും മനസ്സിൽ വെച്ച് പറഞ്ഞതാവില്ല. നിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു കൈപ്പിഴ ഉണ്ടായി കാണുമെന്ന് അവൾ പേടിച്ചിട്ടുണ്ടാവും. ജോബിൻ, ഈ ഇഷ്യൂ അല്ലാതെ നിങ്ങൾ തമ്മിൽ വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? മറ്റെന്തോ പ്രശ്നം? അതിന് അവളുടെ വീട്ടിലെ പൊറുതി കഴിഞ്ഞ് ഇന്നിങ്ങോട്ട് കെട്ടിയെടുത്തതല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് എന്നാ പ്രശ്നം ഉണ്ടാവാനാ? പ്രശ്നം എന്താണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ അത് എത്രയും പെട്ടെന്ന് നീയായിട്ട് തന്നെ പരിഹരിക്കണം. കേട്ടല്ലോ? അമ്മച്ചി, ദേ, അവർ തമ്മിലുള്ള പ്രശ്നം അവരായിട്ട് തന്നെ തീർത്തോളൂ. നമ്മളായിട്ട് അതിൽ ഇടപെടാൻ പോകണ്ട. അല്ലേലും ആര് പോകുന്നു? പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഡേസി, അവളെ ഇങ്ങനെ തർക്കുത്തരം പറയാനും തന്നിഷ്ടത്തിനും വിട്ടാലേ ഒടുവിൽ നീയും നിന്റെ മോനും അതിന് ദുഃഖിക്കേണ്ടി വരും. പറഞ്ഞേക്കാം. വീട്ടിൽ പൊറുക്കാൻ വരുന്ന പെൺപിള്ളേര് ചൊല്ലുവിളിക്ക് നിൽക്കണം. അതാ നാട്ടു നടപ്പ്. ഇന്നലെ അക്കൗണ്ടിൽ നിന്നെടുത്ത പണം ഞാൻ തിരിച്ച് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. മെസ്സേജ് കിട്ടിയില്ലേ? ഞാനത് ശ്രദ്ധിച്ചില്ല. അതെന്താ? പണം എടുത്ത കാര്യം മാത്രം ശ്രദ്ധിക്കാനേ സമയം കിട്ടിയുള്ളത് എനിക്ക്. തിരിച്ച് അക്കൗണ്ടിൽ വന്ന കാര്യം എന്താ അറിയാത്തത്? അതറിഞ്ഞാലും ഇല്ലെങ്കിലും
വലിയ പ്രയോജനം ഇല്ലെന്ന് തോന്നി.